ഹലോ, ഇന്ന് ട്രിവാൻഡ്രത്തെ ഡേ 3 ആണ്. എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തെ കുറച്ച് നല്ല പ്ലേസസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. അപ്പോൾ ട്രിവാൻഡ്രത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ മഴയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ കറങ്ങാൻ തിരഞ്ഞെടുത്ത ദിവസം തന്നെ നല്ല മഴയാണ്. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവ്യൂ അപ്പോൾ നമ്മളിതാ ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. പക്ഷെ ഭയങ്കര മഴ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. രണ്ടാളും ഇവിടുന്ന് മഴ ആസ്വദിക്കില്ല. ഇന്ന് മഴ ആസ്വദിച്ചിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും തോന്നുന്നു. അങ്ങനെ മഴ കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഓടിപ്പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മഴ ആയതുകൊണ്ട് തന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പോയില്ല. അത്യാവശ്യം നല്ലൊരു വൃത്തിയൊക്കെയുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറി. അപ്പോൾ എന്നത്തെയും പോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അവിന് ഇഡ്ഡലിയാണ്, അവിയേട്ടന് ഇഡ്ഡലിയാണ് വയ്ക്കുന്നത്. ഇവിടെ വന്ന 3 ദിവസങ്ങളിലും ഞാൻ ഡിഫറെൻറ്റ് ഹോട്ടൽസിൽ നിന്ന് മസാല ദോശ തന്നെയാണ് രാവിലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്തോ ഒരു മടുപ്പ് വരാത്തൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ചായയെല്ലാം കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കലാണ്. തമ്പാനൂരാണ്. ഇപ്പോൾ ഇവിടെ പോകണമെന്ന് കൺഫ്യൂഷനാണ്. കാരണം നല്ല മഴയാണ്. നല്ല മഴ വെച്ചാൽ നമ്മൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം മഴയുണ്ട്, നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു പാക്കേജ് പോലെ ഒരു ഓട്ടോ എടുത്തിട്ട് പോവുകയാണ്. സ്ഥലമൊക്കെ അറിഞ്ഞ് നോക്കി പോകാനാണെങ്കിൽ ശരിക്കും ബസ്സിനൊക്കെ പോയാൽ മതിയാവും. ഇവിടുത്തെ ഓട്ടോനെ പറ്റിയിട്ടൊക്കെ കുറേ ആൾക്കാർ മോശം അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അവർ പറഞ്ഞ പൈസ വാങ്ങിക്കുവാനുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓട്ടോ ചേട്ടനെ പരിചയപ്പെട്ടത് അവർ ഒരു പാക്കേജായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ട് 800 റുപ്പീസാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയുകൊണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു. നല്ല ദൂരമുണ്ട്. മഴയത്ത് ഞങ്ങൾക്ക് എന്തായാലും കുട്ടീനെയും കൊണ്ട് ബസ്സിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുമായിരിക്കും. ഫസ്റ്റ് തന്നെ പോകുന്നത് പൂവാർ ഐലൻഡ് ബോട്ടിങ്ങിനാണ്. ഇവിടെ ഓരോ ബോട്ട് ക്ലബ്സ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് ഓരോ റേറ്റ് ഉണ്ട്. ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് എമൗണ്ട് ഗവൺമെൻറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ട് ക്ലബ്സ് കുറേ ഉണ്ട്, ഒരുപാടുണ്ട് ഇവിടെ ബോട്ട് ക്ലബ്സ്. ഇത് ഫസ്റ്റ് നേരത്തെ നെയ്യാവുന്നത് കുറച്ച് വലിപ്പം അവിടെ നിർത്തി സ്റ്റാർട്ടാവും. അത് കഴിഞ്ഞ് ഫ്രണ്ട് ഫസ്റ്റ് മാംഗ്ലൂസ്. ഇവിടെ നമുക്ക് ഐലാൻഡ് സ്റ്റാർട്ടിംഗ് ആണ്. ഫോറസ്റ്റ് ഏരിയ ഫുൾ റൗണ്ടാണ്. വളരെ അമേസിംഗ് ആണ്. വളരെ വ്യത്യസ്തമായിരിക്കും. നല്ലൊരു ക്ലൈമറ്റ് ആണ്. ഉള്ളിൽ ആ ബോട്ട് കിടന്നത്. പുറത്ത് വരുമ്പോഴേക്ക് വെറൈറ്റി ഓഫ് ബേഡ്സ് പക്ഷികളെല്ലാം കാണാൻ സാധിക്കും. ഇത് ഇൻസൈഡ് ഓഫ് ദ മാംഗ്രൂവ് ഓൺ ദി വേ ഒരു പോയിന്റിൽ ഇങ്ങനെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയാൽ 2 നദികൾ ഒരുമിച്ച് ചേരുന്ന വലിയൊരു തടാകം ഏകദേശം 2.5 കിലോമീറ്റർ ചുറ്റുമുണ്ടാവും. സെൻട്രലടുത്ത് ആനപ്പാറ. ഇത് നാച്ചുറലാണ്. ഒരുപാട് കാലവർഷ പഴക്കമുള്ളത്. കാണാൻ ഫോട്ടോസ് എടുക്കാം. മോളിൽ കയറാൻ പെർമിഷൻ. അതിൻ്റെ ബിഹൈൻഡായിട്ട് നമുക്ക് ബീച്ച് വരുന്നുണ്ട്. ഇതാണ് ഗോൾഡൻ സാൻഡ് ബീച്ച്. നദി സമുദ്രം. ഇത് നദി, ഇത് സമുദ്രം. രണ്ട് കളർ, 2 ടേസ്റ്റ്. സെൻട്രൽ ബീച്ച് ഇതേ ഷേപ്പിൽ ഇതേ കളറുണ്ടാവും. പക്ഷെ ഇവിടെ കാണാം. ഇറങ്ങാനുള്ള അനുവാദമല്ല. ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് സൈക്ലോണിങ്ങിൽ ഇതുകൊണ്ട് ഇറങ്ങാനുള്ള അനുവാദം കാണാം. സംഗമമാണ്, എസ്റ്റോറിയാണ്. അത് കഴിഞ്ഞ് ബോട്ട് ഫ്രണ്ടിൽ ഇപ്പോൾ തമിഴ്നാട് കേരള ബോർഡർ. അവിടെ നിന്ന് നദി വരുന്നുണ്ട്. AVM കനാൽ എന്ന് പറയും. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വലിയ റോക്കുണ്ട്. റോക്കിൻ്റെ മുകളിൽ ഈ മദർമേരി ചർച്ചയാണ്. ഇത് വളരെ കാലവർഷ പഴക്കമുള്ളതാണ്. അത് ഇൻഡിപെൻഡൻസ് മുമ്പുള്ളത്. കാണാൻ ഫോട്ടോസ് എടുക്കും. അത് കഴിഞ്ഞ് മുകളിൽ പോകാൻ വണ്ടി വേ ഫ്ലോട്ടിംഗ് കോട്ടേജസ് ആണ്. നദിയുടെ മുകളിൽ 25 കോട്ടേജ് ആണ്. ഡിഫറെൻറ്റ് ഓഫ് ആംഗിൾ സെറ്റ് ചെയ്യുന്നു. മനോരമ കാഴ്ച പോവാൻ കാണാൻ ഫോട്ടോസ് എടുക്കും. ഓൺ ദി വേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. നിങ്ങൾക്ക് കഴിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കാം. നമ്പർ ഓഫ് ഫുഡ്, വെറൈറ്റി ഫുഡ് കിട്ടും. കഴിക്കുന്ന താല്പര്യം കഴിക്കാം. ബീച്ചിൽ ക്യാമറ ഗൈഡ് പോസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഫ്രണ്ടിൽ പോയി നമുക്ക് കോക്കനട്ട് ഐലൻഡ് 10 മിനിറ്റാണ് ഇത് മൊത്തം കറങ്ങി കാണാനുള്ളത്. ഇത് കഴിഞ്ഞ് അതിൽ എൻഡിലെത്തിപ്പെടും വിശാലമായ ഒരു ഫോറസ്റ്റ് പട്ടണം കാണുന്നത്. ഇതൊരു അമേസിംഗ് ആണ്. എല്ലാ ലാംഗ്വേജിൻ്റെ ഫിലിം ഷൂട്ടിംഗ് ഉള്ളത്. വളരെ വ്യത്യസ്തമായിരിക്കും. വലിപ്പവും കൂടുതലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ടച്ച് ചെയ്ത് ഇവിടെ നിർത്തിപ്പെടും. നിൽക്കുന്നൊരു തനി ബോട്ട് തരും. ബോട്ട് ഡ്രൈവർ കൂടെ ഉണ്ടാവും. പുള്ളി ഗൈഡാണ്. പുള്ളി നിങ്ങൾക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലായിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ 2 പാക്കേജ് ഉണ്ട്. 1 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ എല്ലാം കാണില്ല. 1.5 മണിക്കൂർ എടുത്ത് നോക്കിയിട്ട് കണ്ടുപോകാം. അതാണ് അപ്പോൾ നമ്മൾ 3 പേര് കൂടി ഒരു സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ കമ്പൽസറി ആണ്. നമ്മളിപ്പോൾ പൂവാർ ഐലൻഡ് ബോട്ടിങ്ങിന് പോവുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് മെയിൻ റോഡിൽ കൂടെ
ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് റോഡ് ട്രാൻസ്പോർട്ട് കുറവല്ല. ഇത് പൂവാറുന്ന സ്ഥലം വന്നിട്ടൊരു മെയിൻ പോർട്ട് പോലെയാണ് വർക്ക് ചെയ്യുന്നത്, തമിഴ്നാട് കേരളയ്ക്ക് ഇടയിൽ. വെള്ളത്തിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില്ലകളൊക്കെ വെട്ടി വഴി പോലെ ആക്കിയത് പുള്ളിക്കാരൻ. ആ ടൈമിൽ കനാൽ യൂസ് ചെയ്തിട്ട് കുറച്ച് സ്ഥലമുണ്ട് തമിഴ്നാട്, 10-65 കിലോമീറ്റർ പോകണം. അവിടെ വരയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ഡെപ്ത് വന്നിട്ട് ഒരു 5 അടിക്കുള്ളിൽ. ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഇങ്ങനെ മൈഗ്രേറ്റ് ആയിട്ട് വന്ന സ്പീഷീസ് ആണ്. ചുണ്ട് കണ്ട ചുവപ്പ് കളറ് പൊന്മാനാ കണ്ടില്ല. അതൊക്കെ മരിക്കുന്നത് വാട്ടർ വെള്ളം. കോക്കനട്ട് ഐലൻഡ്
അറിയില്ലേ. തമിഴ്നാട് ബോർഡർ. കനാലെല്ലാം വന്നിട്ട് ഇതിലൂടെയാണ് കണക്റ്റാവുന്നത്. ആ ശരി. ചെറിയൊരു ഡോമിലേക്ക് ഉള്ളിൽ ഇതിനുള്ളിലേ ഈ പാറേന്റെ ഉള്ളിലോ? ഒരു പാർക്കുണ്ടായിരുന്നു പണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ആ സ്റ്റാച്ചു പ്ലേസ് ചെയ്തത്. ഓ 15 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാവും. അവൻ പറഞ്ഞിട്ട് എല്ലാം പുറകെ വയ്ക്കണം, അതിൻ്റെ കഷ്ടം പഠിക്കുന്നതാണ്. പൈസ കുതിരാണോ? ശരിയാതെ കളഞ്ഞാലോ? ശരിയാതെ വാങ്ങിച്ചാൽ എരിയൊന്നുമില്ല, കഴുകിക്കുവാണെങ്കിൽ. വലിയ റേറ്റ് ഉണ്ടോ? 9,000 മുകളിലാണ്. സീസൺ ടൈം റേറ്റ് ചേഞ്ച് ആവും. എലിഫന്റ് റോക്ക്. നമ്മൾ കണ്ട ഫോട്ടോയില് വെള്ളത്തിലേ അവിടെ വെള്ളം കയറും. ഇതെല്ലാം അടിച്ചിട്ടാണ്ട ഇങ്ങാണ്ട അവിടെ അറബിക്കടലും നെയ്യാർ റിവറും ചേരുന്ന സ്ഥലമല്ലേ? ഇറങ്ങിക്കോ, മാമന്റെ കൂടെ ഇറങ്ങിക്കോ. എന്റെ വൈക്കോടെ അപ്പൊ നമ്മള് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബീച്ചല്ലേ, അറബിക്കടലും ഈ നെയ്യാർ റിവറും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഇറങ്ങി. ഇവിടെ നമുക്ക് 20 മിനിറ്റാണ് അവർ അലോട്ട് ചെയ്തിട്ടുള്ളത്. 20 മിനിറ്റ് നമുക്ക് ഇവിടുന്ന് എൻജോയ് ചെയ്യാം. അവ്യൂ ഭയങ്കര ഹാപ്പിയാണ്. അവൻ ബീച്ചിൽ ഇറങ്ങാൻ ഭയങ്കര അവിടെ ഇറങ്ങാൻ പാടില്ല.
അങ്ങനെ ഐലൻഡൊക്കെ ചുറ്റിക്കണ്ട് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഴിമല ശിവ ടെമ്പിളാണ്. അപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ഈ ഒരു സ്റ്റാച്യൂവിൻ്റെ അടിയിലെ കൂടി ഒരു അണ്ടർഗ്രൗണ്ട് ടെമ്പിളിൻ്റെ പണി നടക്കുന്നുണ്ട്. അതുപോലെ മണ്ഡലകാലം ആയതുകൊണ്ട് തന്നെ സ്വാമിമാരുടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ശിവ ടെമ്പിളിൻ്റെ പണി നടക്കുന്നു ഉള്ളിലേക്കുള്ള വർക്കാണ്. തുള്ളാൻ നിൽക്കുന്ന തിരുവനന്തപുരം. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ പോയത് കോവളം ബീച്ചിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കോവളം ബീച്ച് നമ്മളെ പയ്യാമ്പലം ബീച്ചിന്റെ ഭാഗം പോലും ഇല്ല. അങ്ങനെ എന്തോ സംഭവമാണ് അത്. സ്കൂബ ഡൈവിംഗ് ആണല്ല. ഇവിടുന്ന് എടുത്തേക്ക് പോവാം അപ്പുറത്തെ ബീച്ചിലേക്കല്ലേ. ഓണത്തിന്
നമ്മളങ്ങനെ ഇപ്പോൾ കോവളം ബീച്ചിലാണ് എത്തിയിട്ടുള്ളത്. കുറച്ച് സമയം എത്തിയിട്ട് ബീച്ചൊക്കെ കണ്ട്, പക്ഷെ അത്ര വലിയ ഇതൊന്നുമില്ല. കുറച്ച് സമയം ഇങ്ങനെ ഇവിടുന്ന് നടന്ന് കളിച്ചു. ഹായ്, വേറെ ഒരാളുടെ ബാക്കിൽ. എങ്ങനെയുണ്ട് ബീച്ച്? ബീച്ച് ഭയങ്കര ചെറുതാണ്. പയ്യാമ്പലം ബീച്ച് ഇതിൻ്റെ എത്രയോ വലുതാണ്. പിന്നെ തോട്ടട ബീച്ച്, അങ്ങനെ നമ്മൾ കുറേ കണ്ണൂരുള്ള ഒരുപാട് ബീച്ചുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ചെറിയൊരു ബീച്ച്. ഇത് എന്താണ് ഇത്ര വലിയ പ്രശസ്തമായതെന്ന് അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.